ഹലോ ജമനി, ഖുർആൻ 9-ാം അധ്യായത്തിന്റെ 30 കൂടി പറയാമോ? യഹൂദന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണെന്ന്. അതവരുടെ വായികൾ കൊണ്ടുള്ള വെറും വാക്കാകുന്നു. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്ക് അവർ അനുകരിക്കുകയാണ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് സുപരിചിതനായ ശ്രീ ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളിയിലെ ശ്രീ ആരിഫ് ഹുസൈന് എതിരെ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൽ ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞിരിക്കുന്ന മതവിമർശനവുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രസ്താവനകളും എനിക്ക് കിട്ടിയ മതവിമർശനവുമായി ബന്ധപ്പെട്ട നിയമോപദേശവും തമ്മിൽ അല്പം ചേരാഴുകയുണ്ട്. ആദ്യം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആരിഫിനെതിരെ നിരവധി പരാതികളിൽ പലരും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ലാത്തതിനാലും ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് പേരിൽ ആരിഫിനെതിരെ നിയമപരമായി കേസെടുക്കാൻ സാധിക്കില്ല. ഇത് ഒന്ന് ശ്രദ്ധിക്കണം, നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞതുപോലെ. ആരിഫിനെതിരെ നിരവധി പരാതികളിൽ പലരും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ലാത്തതിനാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് പേരിൽ ആരിഫിനെതിരെ നിയമപരമായി കേസെടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നയാൾ മറ്റൊരു മതത്തെക്കുറിച്ച് വിദ്വേഷ പ്രചരണം നടത്തിയാൽ മാത്രമേ നിയമപരമായി അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമം എന്ന നിലയിൽ കേസിന് നിലനിൽക്കുള്ളൂ. ആരിഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ചെങ്കിലും മറ്റൊരു മതവും സ്വീകരിക്കാത്തതുകൊണ്ടും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്തതുകൊണ്ടും ഇസ്ലാം മതത്തെക്കുറിച്ച് ആരിഫ് പറയുന്നതൊന്നും നിയമവിരുദ്ധമല്ല. അതുകൊണ്ട് പലപ്പോഴും പോലീസ് കേസെടുക്കാൻ വിസമ്മതിക്കുകയും എടുത്താൽ തന്നെ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ പരാതിക്കാരൻ കോടതിയിൽ പോയി കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇടുന്നത് ഒരു മഹാസംഭവം ഒന്നുമില്ല. അൻസിബ ഹസന്റെ കാര്യത്തിൽ സംഭവിച്ചത് നോക്കുക. അൻസിബ പരാതി കൊടുക്കുന്നു, കേസെടുക്കുന്നില്ല. കോടതിയെ പോകുന്നു, കോടതി കേസെടുക്കാൻ പറയുന്നു. പക്ഷെ പോലീസ് അന്വേഷിച്ചിട്ട് പറയുന്നു കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. അത്രമേ ഉള്ളൂ കോടതി നിർദ്ദേശപ്രകാരമുള്ള ഇത്തരം CFPയിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അഥവാ എഫ്ഐആർ ഇട്ട് കേസെടുത്താലും അത് ഒരിടത്തില്ല. പക്ഷെ ആരിഫിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടത് വലിയ ആഘോഷമാക്കുകയാണ്. അപ്പോൾ ആരിഫ് ഹുസൈനെതിരെ കേസെടുത്തത് വലിയ ആഘോഷമാക്കുകയാണ്. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല എന്നാണ് ശ്രീ ഷാജൻ സ്കറിയ പറയുന്നത്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ല എന്നുള്ള വാദമാണ്. പക്ഷെ ഞാൻ ഈ വിഷയം നിയമവിദഗ്ധനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മതവിദ്വേഷവും മതവിമർശനവും രണ്ടും രണ്ടാണ്. ജാതി വിമർശനവും ജാതി വിളിച്ച് ആക്ഷേപിക്കുന്നതും രണ്ടും രണ്ടാണ്. വ്യക്തിയെ വിമർശിക്കുന്നതും വ്യക്തി ആക്ഷേപവും രണ്ടും രണ്ടായിട്ടാണ് കോടതികൾ കാണുന്നത്. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതസ്ഥനായിരുന്നത് കൊണ്ടും യുക്തിവാദിയും നിരീശ്വരവാദിയും ആയിരുന്നത് കൊണ്ട് കേസെടുക്കില്ല. അപ്പോൾ ഇവിടെ പറയാതെ പറയുന്നത് മറ്റുള്ളവർ വിമർശിച്ചാൽ വിവരമറിയുമെന്നല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ തള്ളാണ് അദ്ദേഹം തള്ളിയിരിക്കുന്നത്. പല വിഷയങ്ങളിലും മറ്റു മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവരാത്ത പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഷാജൻ സ്കറിയ എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമെന്ന രീതിയിലുള്ള പല തള്ളുകളും അദ്ദേഹം നടത്താറുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. മതവിമർശനവും മതവിദ്വേഷവും വ്യക്തമായും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ധാരാളമായി മതവിമർശനങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാം, പ്രധാനമന്ത്രിനെ വിമർശിക്കാം, പ്രസിഡന്റിനെ വിമർശിക്കാം. എന്തിനു പറയുന്നു, കോടതിയുടെ നടപടികളെ, വിധികളെ പോലും വിമർശനാത്മകമായി വിലയിരുത്തുന്നത് നമുക്ക് ധാരാളമായി കാണാൻ പറ്റും. അത് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ നിയമോപദേശം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഓഡിയോ, വീഡിയോ, റിട്ടൺ, എഴുതപ്പെട്ടതോ സംസാരിച്ചതോ വീഡിയോ ആയിട്ടുള്ളതായ ഏതൊരു കാര്യത്തോടും മാന്യമായ രീതിയിൽ പ്രതികരിക്കുവാനും വിമർശിക്കുവാനും ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവാദം നൽകുന്നുണ്ട്. സഭ്യമായ ഭാഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എഴുതപ്പെട്ടതോ രേഖാമൂലമുള്ളതോ ശബ്ദമുഖേനയോ വീഡിയോ മുഖേനയുള്ള ഏതൊരു കാര്യത്തോടും, അത് പക്ഷെ കോടതിയിലും നിയമവ്യവസ്ഥയുടെ മുമ്പിൽ തെളിയിക്കാൻ പറ്റുന്നതായിരിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായാൽ പോരാ, ആധികാരികമായിരിക്കണം. അതിനോട് പ്രതികരിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഇദ്ദേഹം പലപ്പോഴും അബ്രഹാമിക് റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാറുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഷാജൻ സ്കറിയയോടൊക്കെ പറയുവാൻ, നിങ്ങൾ മതസംരക്ഷകർ ചമയുകയാണ്. അബ്രഹാം എന്ന് പറയുന്ന പൂർവ്വപിതാവാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവരെ യഹൂദരെയൊക്കെ സംബന്ധിച്ച്. അബ്രഹാം ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഇത് പച്ച പരമാർത്ഥമാണ്. ഒരു മതവും അബ്രഹാം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ദർശനമുണ്ട്.
സ്ത്രീ ബുദ്ധനിൽ അധിഷ്ഠിതമായ ദർശനമുണ്ട്. ഇസ്ലാം മുഹമ്മദ് മതമാണ്, റിലീജിയൻ, പൊളിറ്റിക്കൽ റിലീജിയൻ ഉണ്ട്. പക്ഷെ അബ്രാഹാം ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഇത് പകൽ പോലെ വ്യക്തമായിരിക്കും അബ്രഹാമിക് റിലീജിയൻ ആണെന്നെല്ലാം പറഞ്ഞ് പലപ്പോഴും ശ്രീ ഷാജൻ സ്കറിയ രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ഇത്തരം ചില അബദ്ധങ്ങൾ പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒന്നാണിത്. വിദ്വേഷവും വിമർശനവും രണ്ടും രണ്ടാണ്. വിമർശനത്തിന് പേടിക്കേണ്ടതില്ല. ഭരണഘടന അനുവദിച്ചിരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശ്രീ MM അക്ബർ, സാക്കിർ നായിക്, മുഹമ്മദ് ഇസാം, മുജാഹിദ് ബാലുശ്ശേരി അടങ്ങുന്നവരുടെ ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കിട്ടാറുണ്ട്. അവരാരും മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് വിളിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബൈബിൾ തിരുത്തിയതാണ്, യേശുവിന്റെ യുദ്ധം, യഹോവയുടെ യുദ്ധം യേശു നിർത്തിയോ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് അവർ ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാറുണ്ട്. അവരുടെ പേരിൽ കേസെടുക്കാറില്ല. എന്തുകൊണ്ടാണ്? ഷാജൻ സ്കറിയ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇവരെല്ലാവരും അഴിക്കുള്ളിൽ കിടക്കണ്ടേ? അത് സ്വാതന്ത്ര്യ വിമർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ ശ്രീ ഷാജൻ സ്കറിയനെ പോലെ പ്രചരിപ്പിക്കുന്നവർ, അതേപോലെ തന്നെ നമുക്ക് സുപരിചിതനായിരിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ, ശ്രീ രാഹുൽ ഈസ. അദ്ദേഹം മതങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്. ഇത്തരം മതസംരക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, മതങ്ങളെയല്ല മനുഷ്യനെയാണ് മാനിക്കേണ്ടത്. മതങ്ങളിൽ മാനവിക വിരുദ്ധമായ, ജാതിയും മതത്തിലും മനുഷ്യനെ തളച്ചിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളിൽ തെറ്റായവയുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനെ സംരക്ഷിക്കരുത്. നിങ്ങൾ കാണിക്കുന്നത് ആത്യന്തികമായി തിന്മ വിതയ്ക്കുന്ന പണിയാണ്. ഒരു മതത്തിൽ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ, ജാതി മത ചിന്തകളുണ്ടെങ്കിൽ ആ മതം വിമർശിക്കപ്പെടണം. മാനവിക വിരുദ്ധമുണ്ടെങ്കിൽ, സ്ത്രീ വിരുദ്ധതയുണ്ടെങ്കിൽ ആ മതം വിമർശിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇനി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച്, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ഇസ്ലാം വിമർശനത്തിന് അവകാശമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയണ്ട. നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കാം. ഇത് കേരളത്തിലെ തന്നെ 2 സോഴ്സുകളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഖുറാനാണ്. ഇത് ഒരു സോഴ്സ്, ഇത് മറ്റൊന്ന്. ഇതിന്റെ ഖുറാന്റെ 1-ാം അധ്യായം അൽ ഫാത്തിഹ 7-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്നും അതിനെന്താണ് മലയാളത്തിൽ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നതെന്നും ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. അൽ ഫാത്തിഹ 1:7. ഒരു പ്രാക്ടീസിംഗ് മുഹമ്മദീയൻ, ഇസ്ലാം മത വിശ്വാസി 17 പ്രാവശ്യം ചൊല്ലുന്നതാണ്. നീ ഞങ്ങളെ നേർമാർഗത്തിൽ ചേർക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അപ്പൊ കുഞ്ഞുനാൾ മുതൽ ചൊല്ലി പഠിക്കുന്നതാണ്. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദരാണ്. ഈ നിലപാട് സ്വീകരിക്കുന്ന ഏത് സമുദായക്കാരുടെയും അവസ്ഥ ഇതുപോലെ തന്നെ. അള്ളാഹുവിന്റെ കോപത്തിനിരയായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരെയാണ്. പിഴച്ചു പോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈസായെ ദൈവപുത്രനാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളെയാണ് പിഴച്ചുപോയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മാനവികമാണ്. ഇങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിക്കിലും വിവിധ ഭാഷകളിൽ എഴുതി പ്രചരിപ്പിക്കുന്നത് മതവിദ്വേഷമല്ലേ? ശ്രീ ഷാജൻ സ്കറിയയെ പോലെ മതങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ പറയണം, മതത്തെ വിമർശിച്ചാൽ കേസുണ്ടാകും, അകത്ത് പോകുമെന്ന് പറയുന്നവർ ഇത്തരം ഗ്രന്ഥത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അറിയാൻ താല്പര്യമുണ്ട്. വലിയ അറിവുള്ളവരാണല്ലോ ശ്രീ ഷാജൻ സ്കറിയ. മറുപടി പറ. അപ്പൊ പറയും ഇതൊരു പുസ്തകമാണെന്ന് പറയാം. അടുത്തത് കണ്ടോ, അടുത്ത ഇസ്ലാമിക സോഴ്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. നിന്റെ കോപം ഇറങ്ങിയവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ല. ഇതിന് വ്യാഖ്യാനം, യഹൂദി ദുർഗുണങ്ങളാണ് പടച്ചവന്റെ കോപത്തിനിരയായ പാപങ്ങൾ. യഹൂദരെ പോലെ ജീവിക്കുന്ന എല്ലാവരും കോപമുണ്ടാകും, അള്ളാഹുവിന്റെ കോപം. അപ്പൊ ഞങ്ങളെ യഹൂദരുടെ കൂട്ടത്തിൽ പെടുത്തരുതേ, കോപമിറങ്ങിയവരുടെ കൂട്ടത്തിൽ. ഇനി ഈസാ നബിയെ ദൈവപുത്രനാക്കിക്കൊണ്ട് പലതരം വഴികേടുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ക്രൈസ്തവതയാണ് വഴികേട് കൊണ്ട് പിഴച്ചു പോയത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇത് മതം തന്നെയാണോ? നിങ്ങൾ പറ, ഇത് അന്യമത വിദ്വേഷമാണോ? ഇനി ശ്രീ ഷാജൻ സ്കറിയനെ പോലെയുള്ളവർ ചിലപ്പോൾ പറയും, അയാൾ എവിടുന്നോ മലയാളമൊക്കെ കൊണ്ടുവന്നു, അറബിക്കിലൊക്കെ ഒറിജിനൽ വേണമെന്ന് പറയും. ഇത് ഒറിജിനൽ ആണല്ലോ. ഇസ്ലാമിക പ്രമാണം ഖുറാൻ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള ഏറ്റവും ആധികാരികമായ ഇസ്ലാമിക വ്യാഖ്യാന ഗ്രന്ഥത്തിൽപ്പെട്ടതാണിത്. തഫ്സീർ ഇബ്ൻ കതീർ നമ്പർ 87 ഞാൻ വായിക്കാം. ഇനി ഞാൻ തർജ്ജിമ ചെയ്യുന്നില്ല, ജമനിയോട് പറയാം. ജമനി തർജ്ജിമ ചെയ്യട്ടെ, ഞാൻ വായിക്കാം. ഹലോ ജമനി, ഒന്ന് സഹായിക്കാമോ?
പറയാമല്ലോ. എന്താണ് വേണ്ടത്? ഞാനിവിടെ തഫ്സീർ ഇബിൻ കദീർ വോളിയം നമ്പർ 1 പേജ് 87 നിന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. അതൊന്ന് മലയാളത്തിലാക്കി തരാമോ? ദയവായി വിശദീകരണങ്ങളോ ഒന്നും ചേർക്കരുത്, നേരിട്ട് തർജ്ജിമ മാത്രം. ഓക്കെ, ആർ യു റെഡി? ഞാൻ തയ്യാറാണ്. വായിച്ചു തുടങ്ങിക്കോളൂ. In comparison, the Jews abandoned practicing the religion, while the Christians lost the true knowledge. This is why anger descended upon the Jews, while being described as led astray is more appropriate of the Christians. ഇപ്പോൾ ചേർത്ത് പറയുമ്പോൾ ജൂതന്മാർ ഈ മതത്തിന്റെ ആചരണങ്ങൾ ഉപേക്ഷിച്ചു. അതേസമയം ക്രിസ്ത്യാനികൾക്ക് യഥാർത്ഥ അറിവ് നഷ്ടപ്പെട്ടു. ഇക്കാരണത്താലാണ് ജൂതന്മാർക്ക് മേൽ കോപം ഇറങ്ങി വന്നത്. അതേസമയം വഴിതെറ്റിയവരായി വിശേഷിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾക്കാണ് കൂടുതൽ അനുയോജ്യം. ഇത് സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വ്യാഖ്യാനമാണ്, തഫ്സീർ ഇബ്ൻ കതീർ. ഇതിൽ പറയുകയാണ്, വഴിപിഴച്ചത് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും കോപത്തിനിരയായത് എന്നതുകൊണ്ട് യഹൂദർക്കുമാണ് ചേരുന്നത്. ഇത് മതനിന്ദയാണോ, മതവിദ്വേഷമാണോ? ഇതിന് മറുപടി പറയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ടോ? ഇത് ആധുനിക കാലഘട്ടത്തിന് ജനാധിപത്യ വ്യവസ്ഥയുടെ മാനവീയതയ്ക്ക് മനുഷ്യത്വത്തിന് ചേരുന്ന പ്രസ്താവനകളാണോ? അപ്പൊ സാമാന്യ മര്യാദയുള്ളവരെന്താ ചെയ്യുക? ഞങ്ങളെ വഴിപിഴയ്ക്കുവാനും കോപത്തിനിരയാകാനും ഇടയാകരുതേ എന്നുള്ളതല്ലേ ശരിയായ പ്രാർത്ഥന? ആണോ? ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാവരും ബോധമുള്ളവരും സംസ്കാരം ഉള്ളവരുമാണല്ലോ. എന്നേക്കാളേറെ പല വിഷയങ്ങളും അറിവുള്ളവരുമാണ്, ശ്രീ ഷാജൻ സ്ക്രിയനെ പോലെ. ഇപ്പൊ ശരിയായ പ്രാർത്ഥന എന്താണ്? ഞങ്ങളെ കോപത്തിനിരയാക്കരുതേ, ഞങ്ങൾക്ക് വഴിപിഴയ്ക്കാനിടയാകരുതേ എന്നുള്ളതല്ലേ? കുഞ്ഞുനാൾ മുതൽ 17 പ്രാവശ്യം ചൊല്ലുകയാണ്. കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? അവിടെ വഴിപിഴച്ചവരും കോപത്തിനിരയായവരും ഉണ്ട് എന്നാണ്. ഇതൊരു ദൈവീ ഗ്രന്ഥമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എം അക്ബർ സാഹിബിനെ പോലെയുള്ളവർ, സക്കീർ നായിക്, മുഹമ്മദ് ഇസീം ഒക്കെ ഇങ്ങനെ ക്രിസ്തു വിമർശനം നടത്തുന്നത്? അവർക്കാർക്കും ക്രിസ്ത്യാനികളുടെ വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിക അടിസ്ഥാന ഗ്രന്ഥം ഖുർആനും ഹദീസുകളും തഫ്സീറുകളും ആവശ്യപ്പെടുന്നതനുസരിച്ചാകണമല്ലോ ഇവർ പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സ്വപ്നം കണ്ടിട്ട് ഏറ്റു വന്നല്ലോ ഇവർ ക്രിസ്തു വിമർശനം നടത്തുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവമാക്കി ക്രൈസ്തവർ അംഗീകരിക്കുന്നിടം വരെ എവിടെയായിരുന്നു ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്, ഇസ്ലാമിന്റെ സ്ഥാപകൻ എന്ന് ചോദിക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും എം അക്ബർക്ക് കാണിക്കുന്നുണ്ടോ? ഇല്ല. എവിടെയായിരുന്നു ക്രൈസ്തവർ? കോടിക്കണക്കിന് ക്രൈസ്തവർ ക്രിസ്തുവിനെ ദൈവമായി കണ്ട് വണങ്ങി ആരാധിക്കുന്നിടം വരെ എവിടെയോ പോയിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ, പ്രത്യേകിച്ച് 7-8 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വന്ന് പറയുന്നത്. സാമാന്യ മര്യാദ വേണ്ടേ അത്? 8 തലമുറ ഒരുവനെ അപ്പനായി കണ്ടു. 8 തലമുറയ്ക്ക് ശേഷം വേറൊരാൾ വന്നിട്ട് പറയാണ് നിങ്ങളുടെ അപ്പൻ ഇതല്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അത്രത്തോളം അർത്ഥശൂന്യമായ ഒരു വാദമല്ലേ ഇത്? അപ്പോൾ ഇത് മതനിന്ദയാണോ? ഇത് മതവിദ്വേഷമാണോ? മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കണം, 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഹലോ ജമനി, ചെറിയൊരു സഹായം. ഖുർആൻ 9-ാം അധ്യായത്തിന്റെ 28 ഒന്ന് പറയാമോ? സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിനു ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അവരുടെ അഭാവത്താൽ ദാരിദ്ര്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഓക്കെ, ഇനി നമ്പർ 29 9-ന്റെ 29 കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പറയാമോ? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ. കേട്ടല്ലോ, വേദം നൽകപ്പെട്ടവർ ആരാണ്? യഹൂദരും ക്രിസ്ത്യാനികളോടും നിങ്ങൾ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ കഴുത്തേൽ ഇങ്ങനെ തൂത്ത് കൊടുക്കാന്നാണോ? കഴുത്തേൽ ഇങ്ങനെ ഊതുക എന്നാണോ യുദ്ധം ചെയ്യാന്ന് ആണോ? ഖുർആൻ 9-ന്റെ 29. അപ്പോൾ ചിലര് പറയും ഇയാൾ സന്ദർഭം പറയുന്നില്ല. സന്ദർഭം പറയണമെന്ന് ഇതിന്റെ അടിയിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള ഖുർആനിൽ ഒരിടത്തും സന്ദർഭത്തിൽ പ്രത്യേകമായി സന്ദർഭങ്ങളിൽ മാത്രമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ബില്ലാദിനെ പോലെയുള്ളവർക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലും എം അക്ബറിനെയും സാക്കിർ നായിക്കിനെയും പോലെയുള്ള സഹോദരന്മാർക്ക് എപ്പോൾ എവിടെ വേണേലും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. They can use and misuse at their will
അതാണ് ഇതിന്റെ അപകടം. മനസ്സിലായോ? വിമർശിക്കും എന്നാ പറയും? സന്ദർഭത്തിൽ നടത്തിയെടുക്കുന്ന പറയും. എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നുള്ള നിർദ്ദേശം ഒരിടത്തുമില്ല. മനസ്സിലായോ? ഇനി ഹലോ ജമനി, ഖുർആൻ 9-ാം അധ്യായത്തിന്റെ 30 കൂടി പറയാമോ? യഹൂദന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണെന്ന്. അതവരുടെ വായികൾ കൊണ്ടുള്ള വെറും വാക്കാകുന്നു. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്ക് അവർ അനുകരിക്കുകയാണ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നുവെന്ന്. അവർ ശപിക്കുന്നേ അള്ളാഹു ഞങ്ങളുടെ ദൈവമാണെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാതിരിക്കുന്നതല്ലേ മതവിദ്വേഷം? കാരണം അവർ ഈ മതത്തിൽ കിടന്ന് നശിച്ചു പോവില്ലേ? അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു യേശുവിനെ ദൈവപുത്രനാക്കിയതിന്റെ പേരില്ലേ. അതാണ് എവിടെയായിരുന്നു? മീൻ പിടിക്കാൻ പോയോ? അതോ കിടന്ന് ഉറങ്ങിപ്പോയോ? സൃഷ്ടാവാണെങ്കിൽ അറിയണ്ടേ ഇത്? തെറ്റുപറ്റിയ ആളെയല്ലേ തിരുത്തേണ്ടത്? ചാക്കോച്ചന് തെറ്റുപറ്റിയാൽ തൊമ്മച്ചനെ തിരുത്തിയിട്ട് കാര്യമുണ്ടോ? ഭാസ്കറിന് തെറ്റുപറ്റിയാൽ രാമേന്ദ്രനെ തിരുത്തിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് ദൈവീ ഗ്രന്ഥമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എം അക്ബർ സഹോദരനെ പോലെയുള്ളവർ ഇത്രയും ശക്തമായ ക്രിസ്തീയ വിമർശനം നടത്തുന്നത്. അവർ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ്. ഇത് മതേതരത്വമാണ്, ഇത് ജനാധിപത്യമാണ്. മറുപടി പറഞ്ഞാൽ അകത്ത് പോകുമെന്ന് പറയുകയാണ്. തെറ്റായ കാര്യമാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞില്ലെങ്കിലാണ്. ഒറ്റ കാര്യം കൂടി, ഒറ്റ വാക്യം കൂടി ഖുറാനിൽ വായിച്ചു തന്നിർത്താവേ, വായിപ്പിക്കാം. ഇതിന്റെ എല്ലാം ഒറിജിനൽ ഗ്രന്ഥം 4ഓളം ഖുറാൻ എന്റെ വശത്തുമുണ്ട്. 4 സോഴ്സിൽ നിന്നുള്ള ഖുറാൻ എന്റെ കയ്യിലുണ്ട്. അല്ലാതെ വെറുതെ ജമനിയെ കൊണ്ട് പറയിക്കുകയല്ല. ഐ ഹാവ് ദ ഒറിജിനൽ സോഴ്സ് വിത്ത് മീ. ഓക്കെ, ഹലോ ജമനി, എനിക്ക് ഖുറാൻ 4-ാം അധ്യായത്തിന്റെ 157 ഒന്ന് വായിച്ചു തരാമോ? അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ ഈസയെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞതിനാലും സത്യത്തിൽ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. എന്നാൽ അവർക്കത് ആശയക്കുഴപ്പമായി തോന്നിപ്പിച്ചു. തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ അദ്ദേഹത്തെ കുറിച്ച് സംശയത്തിലാണ്. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഊഹങ്ങളെ പിന്തുടരുന്നു എന്ന് മാത്രം. തീർച്ചയായും അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. നോക്കുക, ഇവിടെ കൃത്യമായും ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയാകുന്ന ക്രിസ്തുവിന്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനങ്ങളെ നിഷേധിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ക്രൈസ്തവർക്ക് ആർക്കും വിരോധമില്ല. കാരണം ക്രിസ്തു പീഡകളെയും സഹനങ്ങളെയും ഉദ്ധാനത്തെയും മരണത്തെയും അതിജീവിച്ചവനാണ്. അപ്പൊ എന്റെ മതസ്ഥാപകൻ നിന്ദനങ്ങളെയും പീഡനങ്ങളെയും മരണത്തെയും അതിജീവിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ആ മതസ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടി കൈയും കാലും വറുത്ത് വെട്ടേണ്ട വരും. മതനിന്ന കുറ്റം ഏർപ്പെടുത്തേണ്ടി വരും. എന്തുകൊണ്ടാ? എന്റെ മതസ്ഥാപകന് മരണത്തിന്റെ മേലും പീഡനങ്ങളുടെ മേലും അധികാരമില്ല. പീഡിപ്പിച്ചാൽ കൈയും കാലും വെട്ടാൻ പറയും. തന്നെ ഒറ്റിക്കൊടുത്തവനെ ക്രിസ്തു സ്നേഹിത എന്ന് വിളിച്ചു. ഈ ക്രിസ്തുവിന്റെ പ്രവർത്തികളെ എപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വായിച്ചത് ഖുർആൻ 9-ന്റെ 29, 28, 29, 30, 4-157 ഇതിന് ഘടകവിരുദ്ധമായ പ്രസ്താവനകളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തെറ്റായ മതങ്ങളെയും തെറ്റായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തെറ്റായ ആശയധാരകളെയും വിമർശിക്കുന്നില്ല എങ്കിൽ, വിമർശനങ്ങളും വിയോജിപ്പുകളും അറിയാതെ നിന്ന് കഴിഞ്ഞാൽ, കറക്ഷൻ ഇല്ലെങ്കിൽ ആ സമൂഹം തെറ്റായ അവസ്ഥയിലേക്ക് പോകും. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവും ദൈവനിഷേധവുമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിത്തറ. യൂറോപ്പിലോട്ട് നോക്കിക്കോളൂ, മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കോളൂ, ആഫ്രിക്കയിലേക്ക് നോക്കിക്കോളൂ, കാണാൻ പറ്റും. വികസിത രാഷ്ട്രമായിരിക്കുന്ന ചൈന ഇന്ത്യയുടെ അതിര് മാന്തുക. വികസിത രാഷ്ട്രമെന്ന് ഓർക്കണം, ഇന്ത്യയുടെ അതിര് മാന്തുക. പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിര് മാന്താൻ നോക്കുക. അപ്പം ദൈവനിഷേധവും തെറ്റായ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവും തിരുത്താത്ത വ്യക്തികൾ അത്തരം പൈശാചികതയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്, കൊടപിടിക്കുകയാണ് എന്ന് ഓർക്കണം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രേരണാ കുറ്റത്തിന് തുല്യമായ കുറ്റമാണെന്നിരിക്കെ മതങ്ങളിലെ തെറ്റ് രാഷ്ട്രത്തെയും മനുഷ്യകുലത്തെയും തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന മതങ്ങളെ വിമർശിക്കുന്നില്ല എങ്കിൽ അതും ഒരു കുറ്റമല്ലേ എന്നാണ് വിശ്വസിക്കുന്നത്.